ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഫോക്കസ് ചെയ്യുന്ന ആവുമ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഇപ്പം കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനോ ഒക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഇമ്മ്യൂണോ മെഡിക്കേഷൻസിലൊക്കെ ആവുമ്പോൾ അവർ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും സപ്പോർട്ടീവ് സർവീസസ് ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതായത് ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഇപ്പം ഞാൻ എൻ്റെ ഫോളോ ചെയ്യുന്ന മെത്തേഡിൽ, അതായത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോളിൽ ഒന്ന് കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളത്. അതായത് പേഷ്യൻറ്റിന് എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് പ്രൊപ്പോർഷനുണ്ട്. അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളും കൂടെ നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ. പിന്നെ ചില ഫുഡുകൾ അവർക്ക് പറ്റാത്തതായിരിക്കും, അപ്പോൾ അത് ഇൻഫ്ലമേറ്ററി ആണ്. ഇൻഫ്ലമേഷൻ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഏത് ഇതിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റിൽ കറക്റ്റായിട്ട് പോകേണ്ടത്. അപ്പം ഇൻഫ്ലമേറ്ററി, നമുക്ക് ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഫുഡാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനം ക്യാൻസർ സെല്ലിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് വളരണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. അതായത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ അരിയും ഗോതമ്പും ഒക്കെ ആണല്ലോ നമ്മൾ കഴിക്കുന്നതാണല്ലോ കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാരയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഈ ഗ്ലൂക്കോസ് ആണ് അവരുടെ ഫ്യൂവലും അതുപോലെ തന്നെ വളർച്ചയുടെ ബേസ് ആയിട്ട് മാറും. നമ്മളുടെ ബോഡി സാധാരണ ഫ്യൂവല് ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത്, നോർമൽ സെൽസ് ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത് എനർജി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എനർജിയുടെ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATP ആണ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ കംപ്ലീറ്റ് ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 32 33 ATP കിട്ടും, നമ്മുടെ നോട്ട് കിട്ടുന്ന പോലെ. പക്ഷേ ക്യാൻസർ സെൽസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ ഒരു സ്പെഷ്യൽ ഫോർമാറ്റ്, ഒരു പൈറുവേറ്റ് സൈക്കിൾ ഒരു പാർഷ്യലി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ 2 ATP കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതാണ് ക്യാൻസർ സെല്ലിൻ്റെ ഒരു പ്രത്യേക കഴിവ്. അത് നമ്മുടെ ബോഡിയിലെ മൈറ്റോകോൺട്രിയയിൽ വരുന്ന ചേഞ്ചസ് ആണ്. മൈറ്റോകോൺട്രിയ ആക്ട് ചെയ്യുന്നില്ല എന്നല്ല, മൈറ്റോകോൺട്രിയ ഒരു പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്ത് ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും. ക്യാൻസർ സെല്ലിനെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ പേഷ്യൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, നമ്മളുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഉപയോഗം കുറയ്ക്കുക. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.